എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നതിനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അതായത് UP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. UP സ്കൂൾ ടീച്ചർ മാത്രമല്ല HSA മാത്സും ഇപ്പോൾ നമുക്ക് അപേക്ഷ സമർപ്പിക്കാം. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. വീഡിയോയിലോട്ട് കിടക്കാം. UP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം ജില്ലാ അടിസ്ഥാനത്തിൽ തസ്തിക മാറ്റം വഴിയുള്ള നിയമനത്തിനായുള്ള വിജ്ഞാപനം ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്. 498/2022 കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത്. ആർക്കെല്ലാം അപേക്ഷ സമർപ്പിക്കാം എന്ന് ചോദിച്ചാൽ തസ്തികയിലിരിക്കുന്ന സർവീസിൽ നിലവിലിരിക്കുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ജോലി ചെയ്യുന്ന ടൈപ്പിസ്റ്റ്, ക്ലർക്ക്, അസിസ്റ്റന്റ് അങ്ങനെ വിവിധ ജോലികൾ ചെയ്യുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിലവിൽ 5 വർഷത്തെ സർവീസ് ഉള്ള ആളുകൾക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. അവരുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിലവിൽ അവർക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, സർവീസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ B.Ed അല്ലെങ്കിൽ TTC ഇതിലെ ഏതെങ്കിലും ഒരു യോഗ്യത ഉണ്ടായിരിക്കണം. ഒപ്പം തന്നെ കാറ്റഗറി നമ്പർ 2 അതായത് ആ ഒരു തസ്തികയ്ക്ക് വേണ്ട ktet കാറ്റഗറി നമ്പർ 2 കൂടെ അവരെന്ത് ചെയ്തിരിക്കണം, നേടിയിരിക്കണം. സാധാരണ ഉള്ള UPSA നോട്ടിഫിക്കേഷൻ്റെ സെയിം ആ ഒരു ക്വാളിഫിക്കേഷൻ തന്നെയാണ് ഇവിടെയും പറയുന്നത്. പക്ഷേ ഇവിടെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തസ്തിക മാറ്റം വഴിയുള്ള നിയമനമായതുകൊണ്ട് തന്നെ 5 വർഷത്തെ സർവീസ് അവർ പറയുന്നുണ്ട്. അതുപോലെ UP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം മാത്രമല്ല അപേക്ഷ ഇപ്പോൾ സമർപ്പിക്കാവുന്നത്. HSA മാത്സിൻ്റെ അപേക്ഷ കൂടെ നിലവിൽ ക്ഷണിച്ചിട്ടുണ്ട്. ജില്ലാ അടിസ്ഥാനത്തിൽ തസ്തിക മാറ്റം വഴിയുള്ള നിയമനത്തിന് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാം. കാറ്റഗറി നമ്പർ 497/2022. അപ്പോൾ ക്വാളിഫിക്കേഷൻ എല്ലാം അതത് പോസ്റ്റിലേക്ക് ആവശ്യമുള്ള B.Ed, ktet ഈ 2 ക്വാളിഫിക്കേഷനും അവർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പം നമ്മൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ ഒരു UPSA ഈ ഒരു തസ്തിക മാറ്റം വഴിയുള്ള നിയമനം എന്നുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ UPSAയുടെ NCA നോട്ടിഫിക്കേഷൻ വന്നു. ഇപ്പോൾ തസ്തിക മാറ്റം വഴിയുള്ള UPSAയുടെ നോട്ടിഫിക്കേഷൻ വന്നു. അടുത്ത് വളരെ പെട്ടെന്ന് തന്നെ എന്തിനുള്ള നോട്ടിഫിക്കേഷൻ കൂടെ വരുന്നതായിരിക്കും, UPSA മലയാളം മീഡിയം ജനറൽ കാറ്റഗറി അല്ലെ, ജനറൽ ആയിട്ട് വിളിക്കുന്ന നമ്മളുടെ UPSAയുടെ നോട്ടിഫിക്കേഷൻ വളരെ അടുത്ത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇനി സമയം ഒട്ടും കളയാനില്ല. നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാം എന്ന് പറഞ്ഞിരിക്കുന്നത് ബുദ്ധിയല്ല. എന്ത് ചെയ്യുക, ഇപ്പം മുതൽ തന്നെ പഠിച്ചു തുടങ്ങുക. സമയം നമ്മളുടെ മുന്നിലുള്ളത്, നമുക്ക് വരാനിരിക്കുന്നത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് അല്ലേ. അതായത് UPSA എന്ന് പറയുന്നത് നമ്മൾ അധ്യാപകരാകാൻ വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ ആളുകളും, ഒരു സർക്കാർ ജോലി സ്വപ്നം കാണുന്ന ആളുകൾക്കുള്ള വലിയൊരു എക്സാമാണ് ഈ ഒരു UP സ്കൂൾ ടീച്ചർ എന്ന് പറയുന്നത് അല്ലേ. LP ആണെങ്കിലും UP ആണെങ്കിലും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം എത്ര സമയം കിട്ടുമോ അത്രയും സമയം ഇരുന്ന് നമ്മൾ പഠിക്കുക. ഓക്കെ, അപ്പം നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്തിരിക്കാതെ നിങ്ങൾ ഇപ്പം മുതൽ തന്നെ പഠിച്ചു തുടങ്ങുക. എയിം സ്റ്റഡി സെൻറ്ററിൽ നിന്ന് ktetനാണെങ്കിലും LP UPക്കാണെങ്കിലും പുതിയ ബാച്ചുകൾ ഡിസംബർ 12 മുതൽ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ, അതായത് കോഴ്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്, ഇപ്പോൾ നമുക്കറിയാം സിലബസ് മാറുന്നു, അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞ് നമ്മൾ കുറേ ഡിസ്ക്രിപ്റ്റീവ് ലെവലിലേക്ക് ആക്കുന്നു, കുറേ കാര്യങ്ങൾ നമ്മളിപ്പോൾ കേട്ട് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ സിലബസിലുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോ ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാവുന്ന തരത്തിലുള്ള PDF മെറ്റീരിയൽസ് ഉണ്ടാവും. മോക്ക് ടെസ്റ്റുകളും മോഡൽ എക്സാമുകളും OMR എക്സാമുകളും ഒക്കെയായി നിരവധി എക്സാമുകൾ ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായി ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം, ഒരു മെൻറ്ററിൻ്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ലെവലുള്ള ചോദ്യോത്തരങ്ങൾ, പരിചയപ്പെടൽ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. ktetനാണെങ്കിലും ഇതുപോലെ തന്നെ സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക. കോഴ്സിൽ ജോയിൻ ചെയ്യാനും കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9446537080. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വാട്സാപ്പ്
വാട്സാപ്പ് ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് എത്തിച്ചേരുകയുള്ളൂ. അപ്പോൾ കേട്ടറ്റ് കിട്ടാത്ത ആളുകളാണെങ്കിലും LPUPക്ക് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ തുടങ്ങുന്ന ആളുകളാണെങ്കിലും എന്ത് ചെയ്യുക, ഇപ്പം മുതൽ തന്നെ പഠിച്ചു തുടങ്ങുക. എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്ത് എക്സാമിൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ ഒരു മാസം മുമ്പ് ഇരുന്ന് പഠിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ 1-2 മാർക്കിന് അത് പോകുന്നത് അല്ലേ. കേട്ടറ്റ് ആണെങ്കിലും LPUP ആണെങ്കിലും. അപ്പോൾ എന്ത് ചെയ്യുക, ഇപ്പം മുതൽ തന്നെ പഠിച്ചു തുടങ്ങുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.